പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും തന്നെ ആമേൻ. ഇന്ന് മെയ് 18 തിങ്കളാഴ്ച. അപ്പസ്തോല പ്രവൃത്തികൾ 9-ാം അധ്യായം 15-ാമത്തെ വാക്യം. കർത്താവ് അവനോട്, നീ പോക, അവൻ എൻ്റെ നാമം ജാതികൾക്കും രാജാക്കന്മാർക്കും ഇസ്രായേൽ മക്കൾക്ക് മുൻപിൽ വഹിപ്പാൻ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന ഒരു പാത്രം ആകുന്നു. നാം വായിച്ചതായ വചനം ശൗലിൻ്റെ ജീവിതത്തിലെ വലിയ മാറ്റത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് പറയപ്പെട്ടത്. സഭയെ ഉപദ്രവിച്ചും വിശ്വാസികളെ പിടിച്ചുകൊണ്ടു പോകുവാനും ശ്രമിച്ചിരുന്നായ ശൗൽ ദമസ്കോസിലേക്കുള്ളതായ വഴിയിൽ യേശുവിനെ നേരിൽ കണ്ടുമുട്ടുന്നു. ആ കൂടിക്കാഴ്ച അവൻ്റെ ജീവിതം പൂർണ്ണമായി മാറ്റിമറിച്ചു. കർത്താവ് അനന്യാസിനോട് പറയുകയാണ്, അവൻ എനിക്ക് തിരഞ്ഞെടുത്ത പാത്രമാകും. ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന സന്ദേശം, ദൈവം സാധാരണ മനുഷ്യരെ അസാധാരണ ദൗത്യങ്ങളായി തിരഞ്ഞെടുക്കുന്നു എന്നതാണ്. ശൗലിനെ നോക്കിയാൽ ആരും പറയില്ല അവനൊരിക്കൽ സുവിശേഷത്തിൻ്റെ വലിയ അപ്പസ്തോലനാകും എന്ന്. മനുഷ്യൻ അവനിൽ കണ്ടത് ഒരു ഉപദ്രവകാരിയാണ്. എന്നാൽ ദൈവം അവനിൽ കണ്ടത് ഭാവിയിലെ ഒരു ശക്തനായ സാക്ഷിയായിരുന്നു. മനുഷ്യൻ പുറത്തുള്ളത് കാണും, എന്നാൽ ദൈവം ഉള്ളം കാണുന്നവനാണ്. ഇന്ന് പലരും സ്വയം കുറച്ച് കാണുന്നുണ്ട്. എനിക്കെന്ത് കഴിയും, ഞാൻ യോഗ്യനല്ലല്ലോ, എൻ്റെ പഴയ ജീവിതം നല്ലതല്ലല്ലോ എന്ന് ചിന്തിക്കുന്നവർ ഉണ്ടാകും. എന്നാൽ ദൈവം ഒരാളെ വിളിക്കുമ്പോൾ അവൻ്റെ പഴയ കാലത്തെ അടിസ്ഥാനമാക്കിയല്ല, ദൈവത്തിൻ്റെ പദ്ധതിയെ അടിസ്ഥാനമാക്കിയാണ് വിളിക്കുന്നത്. ശൗലിൻ്റെ പഴയ ജീവിതം ദൈവത്തിന് തടസ്സമായില്ല. കാരണം ദൈവത്തിൻ്റെ കൃപ മനുഷ്യൻ്റെ ഭൂതകാലത്തേക്കാൾ വലിയതാണ്. തെരഞ്ഞെടുത്ത പാത്രം എന്ന വാക്ക് വളരെ മനോഹരമാണ്. ഒരു പാത്രം സ്വയം മഹത്വപ്പെടുത്തുന്നില്ല, അതിൽ നിറയ്ക്കുന്ന വസ്തുവാണ് അതിനെ വിലയുള്ളതാക്കി മാറ്റുന്നത്. അതുപോലെ ദൈവം നമ്മെ തൻ്റെ സ്നേഹത്താലും പരിശുദ്ധാത്മാവിനാലും നിറയ്ക്കുമ്പോൾ നാം അനുഗ്രഹത്തിൻ്റെ പാത്രങ്ങളാകും. ദൈവം ശൗലിനെ 3 വിഭാഗങ്ങളിലേക്കാണ് അയച്ചത്: ജാതികൾ, രാജാക്കന്മാർ, ഇസ്രായേൽ മക്കൾ. അതായത് ദൈവത്തിൻ്റെ ദൗത്യം പരിധികളില്ലാത്തതാണ്. സുവിശേഷം എല്ലാവർക്കും വേണ്ടിയുള്ളതാണ്. നമുക്കും നമ്മുടെ ഭവനങ്ങളിൽ, ജോലിസ്ഥലങ്ങളിൽ, സമൂഹത്തിലൊക്കെ ക്രിസ്തുവിൻ്റെ സാക്ഷികളായി ജീവിക്കാനുള്ള ഉത്തരവാദിത്തമുണ്ട്. നമ്മുടെ ജീവിതത്തിലും ചിലപ്പോൾ പരാജയങ്ങളും തെറ്റുകളും ഉണ്ടായേക്കാം. പക്ഷെ ദൈവം നമ്മെ ഉപേക്ഷിക്കുന്നില്ല. അവൻ ഇന്ന് മനുഷ്യരെ മാറ്റുന്നു, ഉപയോഗിക്കുന്നു, ഉയർത്തുന്നു. ശൗൽ പൗലോസായി മാറിയതുപോലെ ദൈവത്തിൻ്റെ സ്പർശം നമ്മുടെ ജീവിതത്തെയും മാറ്റിമറിക്കും. പ്രിയ സഹോദരങ്ങളെ, ദൈവം വിളിക്കുന്നത് കഴിവുള്ളവരെക്കാൾ ഉപരി വിളിക്കപ്പെട്ടവരെ അവൻ കഴിവുള്ളവരാക്കി മാറ്റുന്നവനാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ വിളിക്ക് മറുപടി പറയാൻ നാം തയ്യാറാകേണ്ടതായിട്ടുണ്ട്. നമ്മുടെ ജീവിതം ദൈവത്തിൻ്റെ കയ്യിൽ ഒരു അനുഗ്രഹിക്കപ്പെട്ട പാത്രമായി തീരട്ടെ. ഇന്നത്തെ സന്ദേശത്തെ ഇങ്ങനെ പറയാൻ സാധിക്കും: ദൈവം തിരഞ്ഞെടുക്കപ്പെട്ടവരെ ലോകത്തിന് തടയാൻ കഴിയില്ല. കർത്താവ് നമ്മെ ഓരോരുത്തരെയും തൻ്റെ മഹത്വത്തിനായി ഉപയോഗിക്കുവാൻ നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം, പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങളെ തിരഞ്ഞെടുത്ത പാത്രങ്ങളാക്കി ഉപയോഗിക്കണമേ. ബലഹീനതകളിലും കഴിഞ്ഞകാല തെറ്റുകളിലുമൊക്കെ മറികടന്ന് നിന്റെ മഹത്വത്തിനായി ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. പൗലോസിനെ പോലെ ഒരു ഉത്തമ സാക്ഷിയായി മാറുവാൻ ഞങ്ങളെ നിറയ്ക്കണമേ. ഞങ്ങളുടെ ജീവിതം നിന്റെ നാമത്തെ ഉയർത്തുന്ന അനുഗ്രഹമായി തീരട്ടെ. ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ.